ഹലോ അസ്സലാമു അലൈക്കും. എടാ, +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്മസ് പരീക്ഷ +1 വരാൻ പോവുകയാണ്. പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അറബി എക്സാം അല്ലെങ്കിൽ മറ്റുള്ള എക്സാം, ഒരു പബ്ലിക് എക്സാം ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോവുക. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് അറബി പരീക്ഷ എഴുതിയിട്ട് 40 മാർക്കിനായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് 80 മാർക്കിനാണ്. 10ാം ക്ലാസ്സിൽ എഴുതിയതിൻ്റെ ഇരട്ടി നമ്മൾ എഴുതുന്ന 2.5 മണിക്കൂർ നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് അറബി എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ്സിൽ, ആരെങ്കിലല്ല ഏറെക്കുറെ എല്ലാ ആളുകളും 10ാം ക്ലാസ്സിൽ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ട എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ 10ാം ക്ലാസ് ക്ലാസ് കണ്ടൊരു അഭിപ്രായം, എജുപോർട്ട് ക്ലാസ് കണ്ടിട്ട് അറബി എക്സാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നോ ഇല്ലയോ, എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അറബി ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എജുപോർട്ടിൻ്റെ അറബി ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ സാറ് പറയാൻ പറ്റും, നിങ്ങൾക്ക് 1, 2, 3, 4 യൂണിറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 യൂണിറ്റുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും +1. സാധാരണ +2നൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നാമത്തെ ഓണം എക്സാമിന് 2 യൂണിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് അവർക്ക് 2 യൂണിറ്റ്, 3, 4 യൂണിറ്റ് ചോദ്യം വരാം. നിങ്ങൾക്ക് ഓണത്തിന് പബ്ലിക് എക്സാം നടക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 യൂണിറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ നിങ്ങൾ 4 യൂണിറ്റ് നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഏകദേശം നിങ്ങൾക്ക് 12 ചാപ്റ്റർ കവർ ചെയ്യാനുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഈ ഓരോ ചാപ്റ്ററും ഏകദേശം നിങ്ങൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളൊരു ചുരുക്ക രൂപം പറയുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ റിഹാബിൽ മദ്രസ എന്ന് നിങ്ങൾ ഒരു ഹിവാർ പഠിച്ചിട്ടുണ്ടാവും. അത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഹിവാർ എഴുതാനുള്ള ചോദ്യം ചിലപ്പോൾ ഉണ്ടാവും, വരാൻ സാധ്യതയുള്ളതാണ്. രണ്ടാമത്തത് നിങ്ങൾ അവിടെ നിങ്ങൾ ഒരു ബയോഡേറ്റ് എഴുതാൻ നിങ്ങൾ ചോദിക്കും. ബയോഡേറ്റ് എഴുതാനെങ്കിൽ ആ പാഠം ചോദ്യം ഉണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ജോലികളുടെ ഇംഗ്ലീഷ്, ഇപ്പോൾ സവ്വാക്ക് ഡ്രൈവർ, മുഹാമി ലോയർ, ഇങ്ങനെ ചില തൊബീബ് ഡോക്ടർ, ചില ജോലിയുടെ അറബി എഴുതാൻ ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ. രണ്ടാമത്തെ ഔഹാനുൽ ബുയൂത്ത് എന്ന ഒരു മനോഹരമായ കഥയായിരുന്നു. ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു വിവാഹത്തിനെ കുറിച്ചൊരു പാരഗ്രാഫ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ഒരു ഡയലോഗ് തന്നിട്ട് ആ ഡയലോഗ് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, സന്ദർഭം അതിന് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ചിലപ്പോൾ ആ കഥയിലെ നായകൻ സാലിമിനോടുള്ള ഹിവാറും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഹനിയ ലക്കു എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു, ഒരു കവിതയായിരുന്നു. ആ കവിതയിലെ കവിനെ കുറിച്ചുള്ള 1 വേർഡ് വരാം. കവിതയെ കുറിച്ച് വളരെ സാധ്യതയുള്ളതാണ്, വളരെ ഏറ്റവും സാധ്യതയുള്ളൊരു എസ്സേ ക്വസ്റ്റ്യനാണ്. ഹനിയ ലക്കു എന്ന് പറഞ്ഞ കവിതയെക്കുറിച്ചൊരു മുദക്കർ ഇസ്സാനിയ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 വരി കവിത തന്നുകൊണ്ട് അതിൻ്റെ ഫിക്രത്തുൽ മർക്കസിയ, അതിൻ്റെ ഉള്ളടക്കം ഏതാനുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് അതിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഇനിയോ ലംഹത്തുൽ ത്വബിഅ, ഇത് ഈ ചാപ്റ്റർ ചോദ്യങ്ങൾ കുറവായിരിക്കും. ഉള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങളെ പ്രയാസപ്പെടുത്തും. ഒരു ഹദീസ് തന്നുകൊണ്ട് ഒരു നബിവചനം തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ചോദിക്കൽ ഒരു വെള്ളത്തിനെ കുറിച്ചിട്ട് മാവ് വൈസ്തിമാലി, വെള്ളവും അതിൻ്റെ ഉപയോഗം എന്ന വിഷയത്തിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ദുർറാത്തുൽ സമീന ചെറിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ചോദിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള 1 വേർഡുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കം ടെസ്റ്റ് നേരത്തെ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ചോദ്യം വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. ആസ്വാദനക്കുറിപ്പ് 8 മാർക്കിന് വരാം. 2 വരി കവിത എന്നുകൊണ്ട് ആശയം എഴുതാൻ ചോദിക്കാം. കവിനെ കുറിച്ചിട്ട് ചോദിക്കാം. ഫിൽ ഒയ്യാദ എന്നുള്ളത് ഒരു ചെറിയ ചാപ്റ്ററാണ്. പക്ഷെ അതിന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് വെച്ചാൽ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് ഇതിന് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അസ്ഹത്ത് വനമത്തുൽ ഹയാത്ത് എന്നുള്ളതിൽ നിന്നും നിങ്ങൾക്ക് ലഹരിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പാരാഗ്രാഫ് ചോദിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചോദിക്കാം. ഈ ചാപ്റ്റർ, ഈ ഫിർഹാബിൽ മദ്രസ ചാപ്റ്ററിന് ഉസ്രത്തി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമത്തുൽ ഹയാത്തിൽ ഹെൽത്തിനെ കുറിച്ച് ട്രാൻസ്ലേഷൻ ഉണ്ടെന്നും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇബ്നു സീന എന്നുള്ള വ്യക്തിനെ കുറിച്ചൊരു 1 വേർഡ് വരും, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേരൊക്കെ. പിന്നെ ഇവിടെ ഈ യൂണിറ്റ് പൊതുവേ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും കേട്ടോ. അതിൽ ഇലക്ട്രോണിയിൽ വളരെ കുറഞ്ഞ മെസ്സേജൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. മുക്കാലമത്തിൽ ഫായിത്തയിൽ ഈ പറഞ്ഞ പോലെ എസ്സേ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ സ്റ്റോറിനെ കുറിച്ചുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനും കൂടി ചോദിക്കും. മാത്രമല്ല ഇതിൻ്റെ സന്ദർഭം, ഇതിന് ഡയലോഗ് നിങ്ങളുടെ ആ സന്ദർഭം എഴുതാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വസായിൽ ഇസ്ലാമിയ എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ചോദിക്കും. സോഷ്യൽ മീഡിയയുടെ വസായിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീന സമൂഹത്തിൽ നിന്ന് വിഷയത്തിലൊക്കെ പാരഗ്രാഫ് ചോദിക്കാം. ഈ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. പക്ഷെ ഇതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എജുപോർട്ട് ക്ലാസ് നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതിക്കും മേലെ നിങ്ങൾക്ക് +1ൻ്റെ ക്ലാസ് അറബിയിൽ നിങ്ങൾ വളരെ ഈസി ആവും. നിങ്ങൾ +1 പരീക്ഷ
ടഫാവുമെന്ന് ഞാൻ അല്ലാതെ നമ്മൾ ടഫായിരിക്കും. ആ ടഫ് +10ാം ക്ലാസ്സിന് +2ന് കമ്പയർ +1 ടഫായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എജുപോർട്ടിൻ്റെ ക്ലാസ് കാണാത്ത കുട്ടികളെക്കാൾ മനോഹരമായിട്ട് ഈസി ആയിക്കൊണ്ട് എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് കണ്ട കുട്ടികൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് സാർ 100% കോൺഫിഡൻസോട് പറയുന്നതുകൊണ്ട് നമ്മളെ ലൈവ് ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും കുട്ടികൾ വളരെ നേരത്തെ തന്നെ എത്തണം. ഈ വീഡിയോകൾ മാക്സിമം നിങ്ങൾ +1 അറബി പഠിക്കുന്ന ഫ്രണ്ട്സിന്, കൂട്ടുകാർക്ക്, റിലേറ്റീവ്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.